അങ്ങനെയൊക്കെ. ഹായ് ഹലോ. അപ്പോ ഒരു 1 ഇയർ ശേഷം ഞങ്ങളിപ്പോൾ നാട്ടിലേക്കുള്ള ഒരു വെക്കേഷനാണ്. നമ്മുടെ ഖത്തറിലെ ക്ലാസ്സുകളും കാര്യങ്ങൾക്കൊക്കെ തിരക്കുകൾക്കൊക്കെ ഒരു ചെറിയ ഇടവേള കൊടുത്തിട്ട് ഞങ്ങൾ നാട്ടിലേക്ക് പോവാണ്. പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞിട്ടല്ലേ, കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങള് 1 വർഷത്തിന് ശേഷമാണ് ഇപ്പോൾ നാട്ടിലേക്ക് പോകുന്നത്. എത്ര പെട്ടെന്ന് സമയമൊക്കെ പോകുമെന്ന് ഞങ്ങളിങ്ങനെ ആലോചിക്കുകയായിരുന്നു. ആക്ച്വലി ഇന്നലെ വന്ന പോലെ ഒരു ഫീലിംഗ്. ഇപ്പം ഞങ്ങൾ ആക്ച്വലി ഹമദ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ ഇവിടുന്ന് നേരെ ബഹ്റിനിൽ പോകും. ബഹ്റൈനിൽ നിന്ന് പിന്നെ ഞങ്ങൾ മുംബൈയിലോട്ടാണ് പോകുന്നത്. മുംബൈയിൽ ആക്ച്വലി ഞങ്ങൾക്ക് ചെറിയൊരു പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടക്കൊന്നും അറിയില്ല. മേ ബി അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ മുംബൈയിൽ നിന്ന് നേരെ ബറോഡയിലേക്കായിരിക്കും പോകുന്നത്, ഗുജറാത്ത്. ഓപ്പന്നു എന്താണ്, എക്സൈറ്റഡ് ആണോ? വളരെ എക്സൈറ്റഡ് ആണ്. എന്തുകൊണ്ട് എക്സൈറ്റഡ് ആണ്? ബറോഡയിലേക്കല്ലേ പോണേ? You know one thing, it's because of പാനിപ്പൂരി. പാനിപ്പൂരി കഴിക്കാനുള്ള ഒരു ഓട്ടമാണ്. ഇനിയുള്ള ഞങ്ങളുടെ ഒരു വരുന്ന ദിവസങ്ങളിലെ വീഡിയോകളിലൊക്കെ ഞങ്ങളുടെ നാട്ടിലെ വിശേഷങ്ങളായിരിക്കും. ബറോഡ ആൻഡ് കേരള ആൻഡ് ഓൾസോ വേറെ കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങളൊക്കെ, അതൊക്കെ ചിലപ്പോൾ വീഡിയോയിൽ വരുന്നില്ല എന്നൊക്കെ ഇരിക്കും. ഞങ്ങളിപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, അത് വേറൊന്നുമല്ല. അപ്പൊ ഇവിടുന്ന് പല രാജ്യക്കാരും നമ്മളെ കണ്ടിട്ട് പോകുമ്പോഴത്തേക്കും അവർ ഭയങ്കര ഒരു കൗതുകത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർ നമ്മൾ നോക്കിയിട്ട്. അത് മാത്രമല്ല, ഞങ്ങൾ ആക്ച്വലി ഇത് പുതിയ കാര്യങ്ങൾ എങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആയി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വെക്കേഷൻ, ഈ ഒരു യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു ഹംതും ഡാഡീസ്. അപ്പോ ഞാൻ സെക്യൂർഡ് ആയിട്ടുണ്ട്, ചെവിയിൽ പഞ്ഞൊക്കെ വെച്ചു. നമുക്ക് സെക്യൂരിറ്റി ചെക്കിനും ഇങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ ഫ്ലൈറ്റ് വന്നിരുന്നു. എന്നാലും ഞങ്ങൾ രാവിലെ ഒരു 11 മണിക്ക് കയറി കേട്ടോ. 11 മണിക്ക് കയറി. അതെ, അവിടെ വിങ്സിന് പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇല്ല, ഒരു സേഫ്റ്റി ചെക്കപ്പ്. പോയ താഴേക്ക് പോകും. കുഴപ്പമില്ല. ഗൾഫേറ എന്താ സംഭവം? ക്രാക്കേഴ്സ് ആണ്, ക്രാക്കേഴ്സ്. എന്തായാലും ഞങ്ങളുടെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. ഓൺ ടൈം ആയിട്ടാണ് കേട്ടോ പോകുന്നത്. ഇപ്പോൾ വേറെ ഡിലേ ഒന്നുമില്ല. കറക്റ്റ് സമയത്ത് എടുത്തു. 2 മിനിറ്റ് കുറച്ച് നേരത്തെ എടുത്തെങ്കിലേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു കറക്റ്റ് സമയത്ത് ഞങ്ങളെ അവിടെ എത്തിക്കും. ഇവിടെ നിന്നൊരു 25 മിനിറ്റ്സ് 30 മിനിറ്റ്സ് യാത്രയേ ഉള്ളൂ ആക്ച്വലി ബഹറിലോട്ട്. അപ്പോൾ ഇനി ഫ്ലൈറ്റ് നേരെ ബഹറിലേക്കാണ്. ബാക്കി വിശേഷങ്ങൾ അവിടെ കാണാം. DHL ഫ്ലൈറ്റ് അല്ലേ വിനയ് ബ്രോ? കാണുന്നുണ്ടോ നിന്റെ DHL ഫ്ലൈറ്റ്? കാണുന്നുണ്ടോ? എന്നോട് പറഞ്ഞല്ലോ വരാൻ. GF64 എവിടെ? ഇവിടെ കാണിക്കുന്നത് GF64 12:50 ഗേറ്റ് ഇൻഫർമേഷൻ കിട്ടത്തുള്ളൂ. പക്ഷെ നമുക്ക് കിട്ടിയിട്ടുണ്ടല്ലോ. അപ്പൊ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് വന്നാൽ മതി. ഓക്കേ, ലെറ്റ്സ് ഗോ. സ്റ്റാർബക്സ് ഉണ്ട് അവിടെ. സ്റ്റാർബക്സ് വേണ്ട. നമ്മളൊരു ചിക്കൻ ടിക്ക പീസ് ഓർഡർ ചെയ്തു. ഇപ്പം ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ എല്ലായിടത്തും നമുക്ക് ഓൺലൈൻ പേയ്മെന്റ് ചെയ്യാൻ പറ്റും ത്രൂ NFC. അതുകൊണ്ട് നമ്മുടെ ഫോൺ മാത്രം മതി. പിന്നെ നമുക്ക് അവിടെ ഒരു സാധനവും കിട്ടി. ഇത് ശബ്ദം ഉണ്ടാക്കുക കടിക്കുന്ന അതിന് തീരുമാനം ഉണ്ടാക്കി. ഇല്ല, ഇത് ശബ്ദം ഉണ്ടാക്കില്ല, കടിക്കത്തില്ല. ഇതിങ്ങനെ വൈബ്രേറ്റ് ആവും തോന്നുന്നു കേട്ടോ. വൈബ്രേറ്റ് ആവുമ്പോൾ നമുക്ക് പോയി വാങ്ങണം. ഇനി നമുക്ക് ആക്ച്വലി ഇവിടെ 2 hours ലേ ഓവർ ഉണ്ട്. അപ്പൊ 2:50 നമുക്ക് അടുത്ത ഫ്ലൈറ്റ് വരുന്നത്. അപ്പൊ അത് നമുക്ക് ഉണ്ട്. ചെക്കിനൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ജസ്റ്റ് ഫുഡ് കഴിക്കാൻ നല്ല വിശപ്പുണ്ട്. സോ ചിക്കൻ ടിക്ക പിസ്സ. ഓ മൈ ഗോഡ്, ഞാൻ പേടിച്ചിരിക്കുവായിരുന്നു. ചെറുതോലാണോ? 1 2 3 4 5 6. എന്താ പിന്നെ ഉപ്പല്ലേ? യെസ്. ഫുഡൊക്കെ കഴിച്ചു. ഫുഡ് കഴിച്ചതിന് ശേഷം ഇപ്പൊ ഞങ്ങള് മുംബൈയിലേക്കുള്ള ഫ്ലൈറ്റിലേക്കാണ്. ഇനി അടുത്തത് ഗൾഫ് എയർ തന്നെയാണ്. കണക്റ്റഡ് ഫ്ലൈറ്റ് ആയിരുന്നു നമുക്ക്. അപ്പൊ ഇനി അടുത്തത് ബഹ്റൈൻ ടു മുംബൈ. 3.5 മണിക്കൂറുണ്ട് ട്രാവലിംഗ്. ബോർഡിംഗ് തുടങ്ങി തോന്നുന്നു. യെസ്, ബോർഡിംഗ് തുടങ്ങി. ബാ പോവാം. See you guys. തണുത്ത് പറയുന്നല്ലേ. ഇവിടെ നമുക്ക് സ്ക്രീനിലൊരു മോണിറ്റർ ഒക്കെ ഉണ്ട്. അപ്പോൾ അതിൽ കുറേ മൂവീസ് കാണാൻ കേട്ടോ. ഞാൻ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നിങ്ങനെ. അതുപോലെ ഗെയിംസ് ഉണ്ട്. ഇവിടെ ഒരാൾ ആംഗ്രി ബേർഡ്സ് കളിക്കുകയാണ്. സേഫ്റ്റിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതുപോലെ സ്ക്രീനിൽ തന്നെ കാണാം. ഇപ്പോൾ പ്രത്യേകിച്ച് എയർ ഹോസ്റ്റസ് നിന്നിട്ട് പറഞ്ഞു തരുന്ന ഒരു സിസ്റ്റം കണ്ടില്ല അതിൽ. അതുപോലെ നമ്മൾ ഫ്ലൈ ചെയ്യുന്നതിൻ്റെ ഒരു മാപ്പും കാണാൻ പറ്റും. നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുകയാണ്. ബഹ്റൈൻ ടു ബഹ്റൈൻ ഇങ്ങനെ പറന്ന് വെൽക്കം ടു മുംബൈ. साथ चले धड़कनों में गीत बने हर पल की खुशबू से दिन नया सा जीत बने.
അപ്പൊ യെസ് ഫുഡ് എത്തിയിട്ടുണ്ട്. യെസ് ചിക്കൻ കറിയും റൈസും ആണ് മെയിൻ ആയിട്ട് ഉള്ളത്. रसोई की महक में भी बस प्यार ही प्यार भर भर दिल से सुनो ये हमारी छोटी सी कहानी. Welcome to हम तुम दाढ़ी. അങ്ങനെ ഫൈനലി ഞങ്ങൾ മുംബൈയിലെത്തിയിട്ടുണ്ട്. ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ എയർപോർട്ടിൽ. അപ്പോൾ രാത്രി യാത്രയെ കഴിഞ്ഞ് ഞങ്ങൾ മുംബൈയിൽ നിന്നിട്ട് ബറോഡയിലേക്ക് എത്തിയിരിക്കുകയാണ്, വഡോദര റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ നിന്നിട്ട് ഒരു ഓട്ടോ പിടിക്കാനുള്ള തിരക്കാണ് ഞങ്ങൾ. നല്ല തിരക്കുണ്ട് ഇവിടെ. ഇനി ഇവിടെ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് ഞങ്ങൾക്ക് നേരെ വീട്ടിലേക്ക് പോകാൻ. സമയം ഇപ്പോൾ 5-5:15 മണി. അപ്പോൾ പപ്പയും മമ്മിയൊക്കെ നല്ല ഉറക്കത്തിലായിരിക്കും. രാത്രി വിളിച്ചിരുന്നു, പിക്കപ്പ് ചെയ്യാൻ വേണ്ടെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞത്. ട്രെയിൻ സമയത്ത് എത്തുമോ ഇല്ലെന്നൊന്നും അറിയത്തില്ലല്ലോ. അപ്പോൾ രാവിലെ പിന്നെ ആ ഉറക്കവും ബുദ്ധിമുട്ടിലാക്കണ്ടെന്ന് കരുതി. നല്ല തണുപ്പുണ്ട്. അപ്പം ഞാനും പൊന്നും തണുത്ത് വിറച്ചിരിക്കുകയാണ് ഓട്ടോയിൽ. ഒരു രക്ഷയില്ല. ഫ്ലാറ്റില് ഗേറ്റൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. സെക്യൂരിറ്റി ഞങ്ങളും എഴുന്നേറ്റിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മുകളിലേക്ക് കയറാം. बस प्यार ही കല്യാണം കഴിഞ്ഞ് ഖത്തറിലേക്ക് പോയിട്ട് 1 വർഷത്തിന് ശേഷമാണല്ലോ ഞങ്ങളിപ്പോൾ തിരിച്ചു വരുന്നത്. സോ അത്രയും നാൾക്ക് ശേഷം വീണ്ടും പപ്പയും മമ്മിയും ഒക്കെ കാണുന്നതിൻ്റെ ഒക്കെ ഒരു എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞങ്ങൾ. ആ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞങ്ങൾ അങ്ങനെ വിശലങ്ങളൊക്കെ അന്വേഷിച്ച് സംസാരിച്ചിരുന്നു. പറഞ്ഞ പോലെ നേരെ ഇങ്ങനെ പരപ്പരാ പുലർന്നുകൊണ്ടിരിക്കുകയാണ്. മമ്മി ഒരു ചൂട് കോഫി തരാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്ക് പോയിട്ടുണ്ട്. ഇനിയും ഒരുപാട് സംസാരിക്കാനുണ്ട്. പല വീഡിയോസും ഞങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇനി വരുന്ന അടുത്ത വീഡിയോസിൽ ഞങ്ങളുടെ ബറോഡയിലെ മറ്റു വിശേഷങ്ങളും നാട്ടിലേക്കുള്ള യാത്രയും ഒക്കെ ഉണ്ട്. അപ്പോൾ സ്റ്റേ ട്യൂൺ, സ്റ്റേ വിത്ത് അസ്. ഒരുപാട് ഇഷ്ടത്തോടെ.